ചിറ്റൂർ പുഴയിലെ കോസ്വേയിൽ കാണാതായ അരുണിനെ ഇതുവരെയും കണ്ടെത്താനായിട്ടില്ല. 2 ഓവിലും സ്കൂബ സംഘം പരിശോധന നടത്തിയെങ്കിലും ഒരു വിവരവും ലഭിച്ചിട്ടില്ല എന്നാണ് നമുക്ക് ഏറ്റവും ഒടുവിലായി ലഭ്യമാകുന്ന അപ്ഡേറ്റ്. രക്ഷപ്പെടുത്തി ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ശ്രീഗൗതം എന്ന വിദ്യാർത്ഥിയുടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞിട്ടില്ല. അപകടത്തിന് തൊട്ടുമുള്ള ദൃശ്യങ്ങളൊക്കെ തന്നെ മാതൃഭൂമി ന്യൂസ് നേരത്തെ കാണിച്ചിരുന്നു. സ്ഥലത്ത് തിരച്ചിൽ ഇപ്പോൾ നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ വരെ നിലവിൽ വരെ ഒരു സൂചകം ഉണ്ടായിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഗൂഗിൾ VS സ്ഥലത്ത് തന്നെ ഉണ്ട്. ഗൂഗിൾ, എന്താണ് നമുക്ക് തിരച്ചിലുമായി ബന്ധപ്പെട്ട് ഉള്ള വിവരങ്ങൾ ലഭ്യമാകുന്നത്? സ്കൂബ ടീമൊക്കെ പരിശോധന ഏതൊക്കെ ഭാഗങ്ങളിലാണ് ഇപ്പോൾ നടത്തുന്നത്? പ്രജീഷ്, ഇപ്പോൾ ഈ ക്രോസ്വേയുടെ ഭാഗത്ത് ായി തിരിഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ സ്കൂബ സംഘം പരിശോധന നടത്തുന്നത്. ഒന്നുകൂടി അതന്നെ ഈ ഓവിന്റെ ഭാഗത്ത് ഉണ്ടോ എന്നറിയാനോടി തന്നെ സഹായത്തോടു കൂടി തന്നെ ആ സ്ഥലം മുഴുവനായി തന്നെ അതിനുള്ളിലൂടെ വടം അടക്കം കെട്ടിക്കൊണ്ട് ഒരു പരിശോധന നടത്തുന്നുണ്ട്. ഇവിടെ അതോടൊപ്പം തന്നെ ഫയർഫോഴ്സിന്റെ മറ്റു സംഘം സമീപത്ത് അപ്പുറത്തെ ഭാഗത്തുകൂടി തിരച്ചിൽ നടത്തുന്നുണ്ട്. ഇവിടെ ശക്തമായൊരു ഒഴുക്ക് ഇപ്പോഴും ഉണ്ട്. അതാണ് ഒരു പ്രധാന വെല്ലുവിളിയായി നിൽക്കുന്നത്. കാരണം ഈ ക്രോസ്വേയുടെ ഈ ഓടിന്റെ ഇതിനുള്ളിൽ ഉണ്ടോ എന്നുള്ള ആ ഒരു സംശയത്തിന്റെ ഭാഗമായി തന്നെ ഇവിടെയും പരിശോധന നടത്തുന്നുണ്ട്. ഇതിന് സമീപം നടക്കുന്നുണ്ട്. സ്കൂബ സംഘം അടക്കം ഇറങ്ങിക്കൊണ്ട് പരിശോധന നടത്തിയെങ്കിലും അപ്പോഴും തന്നെ കാര്യമായ വിവരങ്ങളൊന്നും ലഭിച്ചില്ല. ഇപ്പോൾ വീണ്ടും ഇതിനുള്ളിൽ ഈ ഓവിന്റെ അകത്തുണ്ടോ എന്നുള്ള സംശയമാണ് നിലനിൽക്കുന്നത്. ഇപ്പോൾ ഇപ്പോൾ പരിശോധന നടക്കുന്നുണ്ട്. കാരണം ഈ കോസ്വേയിൽ ഈ ഓവിലൂടെ ഏത് ഭാഗത്തേക്ക് ഇനി അപ്പുറത്തേക്ക് ഒഴുകിപ്പോയിരിക്കാമോ അങ്ങനെയൊക്കെയുള്ള സംശയങ്ങൾ വളരെ ബലപ്പെടുന്നുണ്ട്. പക്ഷേ ഇതുവരെ, കാരണം മണിക്കൂറുകളായി നടത്തുന്ന ഒരു തിരച്ചിലിൽ ഒരാളെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു. ആ രക്ഷപ്പെടുത്തിയ ആളെ ശ്രീഗൗതമിനെ നേരത്തെ ആശുപത്രിയിലേക്ക് എത്തിച്ചുവെങ്കിലും മരണപ്പെട്ടു. ഇപ്പോൾ അരുണിന് വേണ്ടി കൂടെ ഉണ്ടായിരുന്ന ഇറങ്ങിയ മറ്റൊരു സുഹൃത്താണ്. ഈ അരുണിനെ കാണാനില്ലായിരുന്നു. അരുണിന് വേണ്ടിയുള്ള തിരച്ചിലാണ് ഇപ്പോൾ നടക്കുന്നത്. പ്രതികൂലമായിട്ടുള്ള ഒരവസ്ഥയാണ് ഇപ്പോൾ ആ പുഴയിൽ കാണാൻ കഴിയുന്നത്. കോസ്വേയിൽ ഉണ്ടായിട്ടുള്ള അവിടുത്തെ ആ ഒഴുക്കൊക്കെ ഇപ്പോൾ നമുക്ക് തത്സമയം കാണാൻ കഴിയുന്നുണ്ട്. ആ ദൃശ്യങ്ങളൊക്കെ വളരെ ഞെട്ടിപ്പിക്കുന്നു, നമുക്ക് ആശങ്ക കൂടുതൽ വർദ്ധിപ്പിക്കുന്നതുമാണ്. ഇനി അപ്പുറത്തേക്ക്, ഇനി മറ്റ് വശത്തേക്ക് വല്ലതും പോയിട്ടുണ്ടോ എന്നൊക്കെ ഉള്ള കണ്ടെത്തലിലേക്ക് പോകണം. സ്കൂബ ടീം അല്പസമയം മുമ്പ് കൂടി ഈ തിരച്ചിലിൻ്റെ ഭാഗമായിട്ടുണ്ട്. ആദ്യം ഫയർഫോഴ്സ് സംഭവ സ്ഥലത്തേക്ക് എത്തി. നാട്ടുകാരൊക്കെ തന്നെ രക്ഷാപ്രവർത്തനത്തിന് കൂടുതൽ കാര്യക്ഷമമായി ഇറങ്ങുകയൊക്കെ ചെയ്തു. എങ്കിൽ കൂടിയും ഒരു വിവരവും ലഭ്യമാകുന്നില്ല. പോലീസൊക്കെ സംഭവ സ്ഥലത്തേക്ക് എത്തുന്നുണ്ട്. ഒരു പുരോഗതിയും അന്വേഷണവുമായി ബന്ധപ്പെട്ടില്ല. ആശങ്കയുടെ മണിക്കൂറുകൾ, നിമിഷങ്ങളാണ്, സെക്കൻഡുകളാണ് ഇപ്പോൾ കൂടുതലായി ഏറുന്നത് എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഗൂഗിൾ, എന്താണിപ്പോൾ വടം കെട്ടിയൊക്കെ തന്നെ അപ്പുറത്തെ കരയിലേക്ക് പോകാനുള്ള ശ്രമമൊക്കെയാണ് ഇപ്പോൾ കാണുന്നത്. എന്തെങ്കിലും പുരോഗതിയുണ്ടോ? എന്താണ് വെല്ലുവിളി? അരുണിന്റെ ഇതിനുള്ളിൽ തന്നെ, ഈ ഓടയുടെ ഉള്ളിൽ തന്നെ, ഓവിന്റെ ഉള്ളിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ് ഇതിനുള്ളിൽ ഇറങ്ങിയ ഒരാൾ പറഞ്ഞത്. സ്കൂബ സംഘം അടക്കം പരിശോധന നടത്തിയിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലുണ്ട് എന്നുള്ള വിവരം ലഭ്യമായി. ഇപ്പോൾ വടം കെട്ടി അരുണിനെ പുറത്തേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമമാണ്. അദ്ദേഹം പറയുന്നത് അനക്കമില്ല, അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള പ്രതികരണമില്ല എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ അത് ആ വടം കെട്ടി അങ്ങനെ പുറത്തേക്ക് എത്തിക്കാനുള്ള ശ്രമം പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ വടം കെട്ടി ആ ഭാഗത്തു നിന്ന് വടം കെട്ടി വലിച്ച് പുറത്തേക്ക് അരുണിനെ എത്തിക്കാനുള്ള ശ്രമമാണ് പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫയർഫോഴ്സിൻ്റെ വലിയ സംഘങ്ങളുണ്ട്, അതോടൊപ്പം തന്നെ പ്രദേശവാസികളുണ്ട്. അങ്ങനെ ഇവരെല്ലാം കൂടി ചേർന്നാണ് ഇത്തരത്തിലൊരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും അതിനുള്ളിൽ കുടുങ്ങിക്കിടക്കുന്നതായുണ്ട് കണ്ടു. ഇപ്പോൾ അവർ അതിൻ്റെ ശ്രമം നടക്കുകയാണ്. അരുണിനെ പുറത്തെത്തിക്കാനുള്ള ശ്രമം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്, നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനുള്ളിലുണ്ട് എന്നുള്ളത് ഏകദേശം സ്ഥിരീകരിച്ചു. ഇനി അരുണിനെ പുറത്തെത്തിക്കാനുള്ള ദൗത്യമാണ്. വളരെ പ്രയാസപ്പെട്ടാണ്. വളരെയധികം വലിയ ഒഴുക്കുണ്ട് ഇവിടെ ഈ പ്രദേശത്ത്. ഈ ക്രോസ്വേയുടെ ഈ ഓവ് എന്ന് പറയുന്നത് ഒരു ചുഴി സമാനമായ രീതിയിലാണ് വെള്ളം ഇങ്ങനെ വലിച്ച് ഉള്ളിലേക്ക് എടുത്തുകൊണ്ടിരിക്കുന്നത്. അത്രമാത്രം ഒരു ഇടുങ്ങിയ പാസേജാണ്, അതിനുള്ളിലൂടെയാണ് ഉള്ളത്. ഇപ്പോൾ അവിടെ ഉണ്ട് എന്നുള്ള കാര്യം സ്ഥിരീകരിച്ചു. അയാളെ പുറത്തേക്ക് എടുക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. മറ്റ് ഫയർഫോഴ്സും ആംബുലൻസ് അടക്കമുള്ള എല്ലാ സംവിധാനങ്ങളും സജ്ജമാക്കിയിട്ടുണ്ട്. ഇനി പുറത്തേക്ക് എടുത്താൽ മതി. പക്ഷെ അത് അതീവ ദുഷ്കരമായ എല്ലാവർക്കും അറിയാം. കാരണം ഏകദേശം ഈ സംഭവം നടന്ന് മണിക്കൂറുകളായി. അപ്പോൾ ഈ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഗൂഗിൾ സൂചിപ്പിച്ച പോലെ തന്നെ നമുക്കിപ്പോൾ ദൃശ്യങ്ങൾ ആ രക്ഷാദൗത്യത്തിൻ്റെ ദൃശ്യങ്ങളാണ്. രക്ഷാദൗത്യം എന്ന് പേരിട്ട് ഈ സമയത്ത് വിളിക്കാമോ എന്ന് എനിക്കറിയില്ല. കാരണം മണിക്കൂറുകൾ പിന്നിട്ട് കഴിഞ്ഞു.
ഇപ്പോൾ നമുക്ക് പ്രാഥമികമായി ലഭിക്കുന്ന വിവരമനുസരിച്ചാണെങ്കിൽ ഇപ്പോൾ ലഭ്യമായിട്ടുള്ള ഡീറ്റെയിൽസ് പ്രകാരമാണെങ്കിൽ അവിടെ ഉണ്ട്, ഒരു ഭാഗത്തുണ്ട് എന്ന് പറഞ്ഞു. പക്ഷേ അനക്കമില്ല. മണിക്കൂറുകൾ ഇത്രയും ആയതാണ്. സ്വാഭാവികമായിട്ട് നമുക്ക് എന്തെങ്കിലും അത്ഭുതങ്ങൾ സംഭവിക്കുമോ എന്ന് കാത്തിരിക്കാം. എല്ലാവരും അങ്ങനെ ഒരുമിച്ച് ഇറങ്ങിയുള്ള രക്ഷാപ്രവർത്തനമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്.